ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഞാൻ വൃദ്ധയായി, അതുകൊണ്ട് തന്നെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് ചൊല്ലാൻ പറ്റാവുന്ന വമ്പിച്ച പ്രതിഫലമുള്ള ചില ദിക്റുകൾ, ചില ദുആകൾ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഖൂലി, നീ പറയണം, അല്ലാഹു അക്ബറു മിഅത മറ, 100 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. അങ്ങനെ 100 തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. അങ്ങനെ 100 തവണ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ്? ഫഹുവ ഖൈറുൽ ലക്കി മിൻ മിഅതി ബദനത്തിൻ മുജല്ലലത്തിൻ മുതഖബ്ബല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വസ്ത്രമെല്ലാം അണിയിക്കപ്പെട്ട യുദ്ധസന്നദ്ധമായ 100 തടിച്ച് കൊഴുത്ത ഒട്ടകത്തേക്കാൾ നിനക്കത് ഖൈറാണ്. അപ്പോൾ സ്വീകാര്യയോഗ്യമായ തടിച്ചു കൊഴുത്ത യുദ്ധത്തിൻ്റെതായ സന്നാഹങ്ങളെല്ലാമുള്ള 100 ഒട്ടകത്തേക്കാൾ ഖൈറാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, അത് 100 തവണ പറഞ്ഞാൽ. അതേപോലെ തന്നെ വഖൂലി, നീ ഇങ്ങനെ പറയുക, അൽഹംദുലില്ലാഹി മിഅത മറ, അൽഹംദുലില്ലാ എന്ന് 100 തവണ പറയുക. ഫഇന്നഹു ഖൈറുൽ ലക്കി മിൻ മിഅതി ഫറസിൻ മുസ്റജത്തിൻ മുൽജമത്തിൻ ഹമൽതീഹാ ഫീ സബീലില്ലാ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് 100 തവണ പറഞ്ഞാൽ 100 കുതിരകളെ, യുദ്ധസന്നദ്ധമായ കടിഞ്ഞാണിട്ട ഇരിക്കാനുള്ള ഇരിപ്പിടമെല്ലാം തയ്യാറാക്കപ്പെട്ട 100 കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്, സദഖയായി നൽകുന്നതിന് എത്രയാണോ പ്രതിഫലം, അതിനേക്കാൾ ഖൈറാണ് അൽഹംദുലില്ലാ എന്ന് 100 തവണ പറഞ്ഞാൽ. വീണ്ടും പറഞ്ഞു, വഖൂലി സുബ്ഹാനല്ലാഹി മിഅത മറത്തിൻ, സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറയുക. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ്. നേരത്തെ പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും അള്ളാഹുവിനാണ്. അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്? ഹുവ ഖൈറുൽ ലക്കി മിൻ മിഅതി റഖബത്തിൻ മിൻ ബനി ഇസ്മാഈല തുതിഖീനഹുന്ന. ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണ്. നോക്കൂ, സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞാൽ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണ്. വീണ്ടും പറഞ്ഞു, വഖൂലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നീ മിഅത മറ 100 തവണ പറയുക. ലാ തദറു ദംബൻ വലാ യസ്ബിഖുൽ അമലു. അങ്ങനെ നീ ചൊല്ലിയാൽ ഒരു പാപവും പിന്നീട് നിൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുകയില്ല. മാത്രമല്ല ഒരു അമലും ഈ ഒരു അമലിനെ മറികടക്കുകയില്ല. അത്രയും ശ്രേഷ്ഠമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞാൽ.